ശ്രീനാരായണ പോസിറ്റീവ് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരുപാട് ഷർട്ടൂരലുകൾ വേദികളിൽ. എന്റെ ഭഗവാനെ ഇവിടുന്ന് ഭൂമി വളർന്നു താഴെ അല്ലെങ്കിൽ ഒന്ന് തീർന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇങ്ങനെ നോക്കൂ, എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല. അത് കഴിഞ്ഞിട്ട് ആ ജോലി അങ്ങ് തീർത്ത് ബാക്ക് സ്റ്റേജിൽ പോയിരുന്നിട്ട് നിരാശപ്പെടലാണ്. പിന്നെ അതിൽ കൂടുതലൊന്നുമില്ല. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. എന്താ നല്ലൊരു ലോങ് സെന്റൻസ് ഇംഗ്ലീഷ് എഴുതി കൂട്ടിട്ട് നോക്കി ശരിയാണോ നോക്കി. അതെ, അങ്ങനെയല്ല, അയ്യോ മൊത്തത്തിൽ തക്കല്ല. ശിവശങ്കറിന്റെ ചൂടൻ ഫ്രണ്ട് എന്തോ പയ്യെ കടിക്കണ്ട, ഞാൻ അടിച്ചതിന് ചേച്ചിന്റെ ഏറ്റവും കൂടുതൽ ചാനലില് റീച്ച് കയറിയിട്ടുള്ള അത് മിക്കവാറും കണ്ണാന്തൂവി പേര് കിട്ടുന്നില്ല. അതാണോ പാടണ്ടേ? അത് പാടാം. അതാകുമ്പോ പിന്നെ ഇവർക്ക് ഓക്കെയാണ്, ഇനി ഇവർ കളിയാക്കില്ല അല്ലെ, ഇരുന്ന് പാടാം. അത് നന്നാവൂല എന്നുള്ള പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. അതല്ല, ഞാൻ അഞ്ജുവിന്റെ ഒരു ഈ പറഞ്ഞ നേരത്തെ ലിബൻ പറഞ്ഞില്ല, ഇങ്ങനെ ഓസ്ട്രേലിയൻ ഷോന്റെ ശേഷമാണ് ഇപ്പൊ ഒരു സ്റ്റേജ് പെർഫോമൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ താല്പര്യം തോന്നിയെന്നൊക്കെ പറഞ്ഞ. അഞ്ജുവിന്റെ റീസെന്റ് പെർഫോമൻസുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. കാരണം ആദ്യം ഭയങ്കരമാണ്, ആദ്യ സമയത്ത് അത് ഭയങ്കര വിസിബിൾ ആണ് നമുക്ക്. അങ്ങനെ എനിക്ക് പേഴ്സണലി അത്രയും തോന്നിയ, നമുക്ക് കണ്ടിട്ട് ഇയാള് ഭയങ്കരമായിട്ട് മാറിപ്പോയി ഒരു സ്റ്റേജ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയും പരിപാടികളും എന്നുള്ളത് തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഭയങ്കരമായിട്ട്. അതിപ്പോ കൂട്ടുകാരിയായതുകൊണ്ടൊന്നല്ല, അല്ലാത്ത രീതിയിൽ അതിപ്പം സാധാരണ ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെയും. അല്ല, ചേച്ചിന്റെ റീസെന്റ് ഉള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുകയാണെങ്കിലും സ്റ്റേജിനെ ഇങ്ങനെ കയ്യിൽ ഒറ്റയ്ക്ക് നിന്ന് എടുക്കുന്ന ഒരു ചെറിയ ആള് സ്റ്റേജിന് വലിയൊരു സ്റ്റേജിനൊക്കെ എന്ത് രസമായിട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് വലിയ. അപ്പം നമുക്ക് എങ്ങനെയുള്ള ക്രൗഡാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, ചില സ്പേസുകൾ അങ്ങനെ ആയിരിക്കും. അങ്ങനെ വളരെ ചേർന്ന് ഈ ക്രൗഡിന്റെ തൊട്ടടുത്ത് നിന്ന് അവരങ്ങനെ എനർജി നിൽക്കുക. ഞാനത് കണ്ട്, ഞാനൊരു പെർട്ടിക്കുലർ വീഡിയോ കണ്ടപ്പോ ശരിക്കും അതും വേറെ ഉണ്ട്. നമ്മൾ ചേർന്ന് നിൽക്കുന്ന ക്രൗഡുകളുടെ വീഡിയോ ഇടാനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. ചേർന്ന് നിൽക്കാത്ത ക്രൗഡുകളുണ്ട് അവിടെ. അല്ല, അങ്ങനെയുണ്ട്. നമുക്കത് ആളുകളുടെ ടേസ്റ്റ് നമുക്ക് പറയാനേ പറ്റില്ല. ചിലപ്പോ നമ്മൾ എന്ത് കാണിച്ചാലും അനങ്ങാതിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്തൊക്കെ തലകുത്തി പറഞ്ഞാലും ചേട്ടന്റെ ഒരു മെഡ്ലി ഉണ്ട്, ഒരു അടിപൊളി പാട്ടിന്റെ വിജയുടെ അല്ലെ, എല്ലാ അത് കുറെ തമിഴ് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതിട്ടിട്ട് അനങ്ങാത്ത ടീംസ് ഉണ്ട്. അതിട്ടിട്ട് അനങ്ങിയില്ലെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്തോട്ടൊന്നും കൊടുക്കാനില്ല. എങ്ങനത്തെ എന്ത് പാട്ട് പാടാണെങ്കിലും നമുക്ക് ഓഡിയൻസിന്റെ അടുത്ത് ഒരു റിയാക്ഷൻ ഇല്ലെങ്കിൽ ചിലപ്പോ ഓരോ ഓഡിയൻസും ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ സമയത്ത് ഉരുകി തീരുക എന്നേ ഉള്ളൂ. ആ 8 മിനിറ്റ് മനസ്സിൽ തോന്നി എന്റെ ഭഗവാനെ ഇവിടുന്ന് ഭൂമി വളർന്നു താഴെ അല്ലെങ്കിൽ ഇതൊന്ന് തീർന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇങ്ങനെ ഒരുപാട് ചിന്തകൾ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇങ്ങനെ നോക്കൂ, ഞാൻ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല. അത് കഴിഞ്ഞിട്ട് ആ ജോലി അങ്ങ് തീർത്ത് ബാക്ക് സ്റ്റേജിൽ പോയിരുന്നിട്ട് നിരാശപ്പെടലാണ്. പിന്നെ അതിൽ കൂടുതലൊന്നുമില്ല, ഒന്ന് പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ അല്ലാത്ത വളരെ റെയറാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ അല്ലാത്ത തരത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒന്നും കൂടെ എനർജറ്റിക് ആയി പോകും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ പോസിറ്റീവ് ആയി പോകും. നമുക്ക് നിർത്താൻ പോലും തോന്നത്തില്ല ചില സമയത്ത്. തൊണ്ടയൊന്നും ഉണ്ടാവില്ല ബാക്കി. എന്നാലും പറഞ്ഞ പോലെ അവരുടെ ഒരു എനർജി ആണെന്ന് നമ്മൾ അറിയാണ്ട് വീണ്ടും പാടി പോകും. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് കോവിഡിന് ശേഷം കുറെ ആൾക്കാർക്ക് മാറ്റം വന്നിട്ടുണ്ട് തോന്നുന്നു, നന്നായിട്ട് മാറിയിട്ടുണ്ടാവും. എൻജോയ് ഒരു അവസരം കിട്ടിയാൽ നമ്മൾ അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. കാരണം ഇന്നത്തെ ഒരു ദിവസം മാത്രമേ നമുക്ക് ഉറപ്പുള്ളൂ. അവരവസ്ഥയിലാണ് പോകുന്നത്. കുറെ കാലം ഇങ്ങനെ ഒന്നും ഇല്ലാണ്ടിരുന്നതിന്റെ ഒരു പിന്നെ അതല്ല, ആളുകൾ കുറച്ചും കൂടെ ഇപ്പൊ ഈ മൊമെന്റ് നമ്മൾ എൻജോയ് ചെയ്യണം എന്നുള്ള രീതിയിലായി. മറ്റേതാ
നിങ്ങൾ കളിച്ചോ ഞങ്ങൾ കാണാം എന്ന രീതിയിലുള്ള സാധനം മാറി ബസ്സോടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്ന രീതിയിലൊക്കെ ഒരുപാട് ചേഞ്ച് ഉണ്ട് ഇങ്ങനത്തെ തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് വിദേശത്ത് കണ്ണാതുമ്പിയാണോ ഏതാ ഇഷ്ടമുള്ള പാടിക്കോട്ടെ ഞാൻ ചിരിച്ചിട്ടേ ഇത് എന്ത് സൗണ്ടാ പുറത്ത് വരുന്നതെന്ന് എനിക്ക് വ്യക്തമൊന്നുമില്ല. പക്ഷെ എന്തായാലും നോക്കാം. കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം. ഇപ്പൊ കറക്റ്റ് ആയി. ഇപ്പൊ ഇരിക്കുന്നതിന് കറക്റ്റ് ആയ ഒരു പാട്ടായിട്ട്. പക്ഷെ അഞ്ജു ചേച്ചിയുടെ ഷോസിന്റെ അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബിലെ ആണെങ്കിലും പറയുന്നത് കോസ്റ്റ്യൂംസ്, കാരണം നമ്മളൊരു സിംഗറിന്റെ കോസ്റ്റ്യൂംസ് നോക്കിയിട്ട് നമ്മൾ വരെ പാട്ടിന്റെ കൂടെ തന്നെ അതും കൂടെ റെഫർ ചെയ്യാന്ന് പറയുന്നില്ലേ. അപ്പൊ ഒരുപാട് പെൺപിള്ളേർ അഞ്ജു ചേച്ചിന്റെ കോസ്റ്റ്യൂംസിന്റെ ഫാനാണ്. കാരണം ചാനലില് മേക്കപ്പ് ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത്ര അടിപൊളി കോസ്റ്റ്യൂംസ് ആ യൂസ് ചെയ്യണ അല്ലേ? എനിക്ക് തോന്നാറില്ലല്ലോ. എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നല്ല കോസ്റ്റ്യൂം സെൻസ് ആണ്. നല്ല കോസ്റ്റ്യൂം സെൻസ്. അതും ചേരുന്ന കോസ്റ്റ്യൂംസ് ആണ് കാണുമ്പോൾ എല്ലാ തരത്തിലും കൂടുതലും എന്റെ അമ്മ തന്നെയാ തയ്ക്കണതാ. അതിന്റെ ഉണ്ട് എല്ലാം ഈ അമ്മ തന്നെ തയ്ച്ചു തരുന്നത്. അത് ചിലപ്പോ അളവൊന്നുമില്ലാണ്ട് ഇപ്പൊ ഈ ഓസ്ട്രേലിയ പോകുന്നതിന് മുന്നേ എനിക്ക് വീട്ടിൽ പോകുന്ന നേരം ഉണ്ടായിരുന്നില്ല. അമ്മ തന്നെ 4 തച്ചിട്ട് കൊറിയർ ചെയ്ത് തന്നു. കൊണ്ടോ അതില് 3 ഇട്ടിട്ടുണ്ട്. കൊറേ അമ്മ തയ്ച്ചു തരുന്നതിന്റെ ഉണ്ട്. കറക്റ്റ് അളവില് തയ്ച്ചു തരുമല്ലോ. പിന്നെ ബാക്കി ഇപ്പൊ ഇത് മറ്റേ കടക്ക് പ്രൊമോഷൻ കൊടുക്കുന്നല്ലാവല്ലോ. വെസ്റ്റ് സൈഡും ലൈഫ് സ്റ്റൈലും ഇന്നത്തെ കടയിൽ നിന്നൊക്കെ തന്നെ എല്ലാം മേടിക്കുന്നത്. ഇതിപ്പോ കേട്ടിട്ട് നമ്മള് ഞങ്ങൾ ആ ഒരു വെസ്റ്റ് സൈഡ് പോയിട്ടൊന്നും കാണുന്നില്ലല്ലോ. പെൺകുട്ടികൾക്ക് കോസ്റ്റ്യൂം വളരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചേച്ചിയുടെ. ഒരു ഷർട്ടിന്റെ ബട്ടൺ ഊരിട്ടാ മതി. ശ്രീനാരായണ കോസ്റ്റ്യൂമേ ആവശ്യമില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള പക്ഷെ അതിനൊരു മാസ സാധനം ഉണ്ടെന്നേ. എനിക്ക് വയ്യ. ഞാൻ കണ്ടിട്ടില്ല. അത് റീസെന്റ് അവള് കഴിഞ്ഞ മാസം ഞങ്ങൾ 1 മാസം ഫുൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരുപാട് ഷർട്ട് ഊരലുകളൊക്കെ വേദികളിൽ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അത് കണ്ടതിന്റെ എഫക്റ്റിലാണ് പെട്ടെന്ന് പറയുന്നത്. ഞാൻ ഇപ്പൊ ഓർക്കണു, ഞാൻ ഒരു വീഡിയോ ഇൻസ്റ്റേ കണ്ടിട്ടുണ്ട്. ഞാൻ വിചിങ്ങനെ എന്തെങ്കിലും അതിന് ഓസ്ട്രേലിയ ഒന്നും ഇല്ലല്ലേ? ഇല്ല, നാട്ടിലോ ഓസ്ട്രേലിയ തണുത്തിട്ടാണിത്. അതും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഓഡിയൻസിനെ ബേസ് ചെയ്തിരിക്കട്ടോ. നമുക്ക് ഭയങ്കര ഒരു ഹൈ തരുന്ന ഓഡിയൻസ് ആണ്. അവര് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് എന്തെങ്കിലുമൊക്കെ അവര് ഒന്നും കൂടെ ഇതാക്കാൻ വേണ്ടി ചെയ്യുന്ന ചില പരിപാടികളാണ്. അപ്പൊ ആ സമയത്ത് ചിലപ്പോ നമ്മള് നെഞ്ചു പൊളിച്ച് കാണിച്ചു കൊടുക്കും. അതെ, അനങ്ങാത്ത വേദിയിലൊക്കെ ആണെങ്കിൽ ഷർട്ട് ഊരി കളഞ്ഞ് അവസ്ഥ ആലോചിച്ച് നോക്കി. തുണിയില്ലാണ്ട് അതെ, അങ്ങനെയല്ല, മൊത്തത്തിൽ നഗ്നതല്ല. കുറച്ചൊക്കെ നാണം പറിക്കാനൊക്കെ ആൾക്കാർ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്യാതെ. അതെ, ശ്രീനാഥ് ഷർട്ട്ലെസ്. പുതിയ പുതിയ അവസരങ്ങൾ കൊടുക്കാതെ ചെയ്യാനാ. അയ്യോ, ശ്രീനാഥ് ശിവശങ്കറിന്റെ ചൂടൻ ട്രെൻഡ്. ഞാൻ ഉത്തരവാദിയല്ല.
എടുത്തു പറയുക. ഇനി അടുത്ത പരിപാടിയായിട്ട് നിർബന്ധമാണത്. ഏതാ? ഈ ഇന്റർവ്യൂ ഇറങ്ങി അടുത്ത പരിപാടിയായിട്ട് നിർബന്ധമാണ്. അത് മസ്റ്റ് ഐറ്റമായി മാറും. അവിടെ ഷർട്ട് എവിടെ കഴിക്കുന്നെന്ന് ചോദിക്കടുത്ത് ചേട്ടാ ഷർട്ട് എപ്പോഴും കഴിക്കുന്നത്. ഇനി പെൺപിള്ളേരുടെ എണ്ണം കൂടും പരിപാടിക്ക്. ഞാൻ പണ്ടോട്ട് അങ്ങനെ കോസ്റ്റ്യൂം എനിക്ക് തോന്നുന്നു ലിബിൻ ഏതാണ്ട് അത് ആ കാര്യത്തിലൊക്കെ കുറെ എന്റെ പോലെ ചിന്തിക്കുന്ന ആളായിരുന്നു. ഇപ്പോഴാണ് പിന്നെയും ഒരു 2 ഷർട്ട് വരെ മാറ്റാം എന്നൊരു ലെവലിലേക്കൊക്കെ വന്നിട്ടുള്ളത്. മറ്റതൊക്കെ ഞാൻ തീരെ കോസ്റ്റ്യൂമിലൊന്നും, ഞാൻ ഒരു ജീൻസ് ഷർട്ട് ഉണ്ടെങ്കിൽ ഓക്കെ കംഫർട്ടാണ് എന്നുള്ള ഇത്. നമ്മള് വർക്കിൽ പരിപാടി കൊടുക്കുക, ബാക്കി കാര്യമായിട്ട് ശ്രദ്ധിക്കുക, അതൊന്ന് വയ്യ. പിന്നെ ബേസിക്കലി അങ്ങനത്തെ ഇതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പിന്നെയും ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് മാറി. ഞങ്ങൾ ഓസ്ട്രേലിയ പോയപ്പോ എങ്ങനെയാണെന്നറിയോ, ഡ്രസ്സ് മാറി കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തോന്നും, എന്നിട്ട് എന്റെ തോന്നും ഇവന് ഇത് മതി. ഇത്രേ ഉള്ളൂ, അപ്പൊ പിന്നെ ഞാൻ ഇത്ര മതി. ഞങ്ങൾ സാധാരണ ഷർട്ടൊക്കെ ഇട്ടല്ലേ പാടിക്കുന്നത് കൂടുതൽ. പിന്നെ ചില സ്റ്റേജിലൊക്കെ പോകുമ്പോൾ ജാക്കറ്റ് ഒക്കെ ഇട്ട് പോയിട്ടുണ്ട് തണുപ്പുള്ള സ്ഥലത്തൊക്കെ. ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ തുടങ്ങിയ കാലത്ത് ഈ സോഷ്യൽ മീഡിയയേ ഇല്ല. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കയറി തുടങ്ങുന്ന സമയം. ഇപ്പൊ ലിബിന്റെ സമയം വരുമ്പോൾ ഇത് മാനേജ് ചെയ്യാനും ഇതിൽ ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് അത്ര ആവശ്യം വരുന്ന ഒരു സമയത്താണ് നിങ്ങൾ വരുന്നത്. ഈ പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക, അതിനൊക്കെ ഉള്ള ഒരു എഫേർട്ട് എടുക്കണമല്ലോ. പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ആള് അല്ല, അത് ഏറ്റവും ചെയ്തിട്ടുള്ള നന്നായിട്ട് അത് വന്നിട്ടുള്ളത്. ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സാധനം ആളുകളിലേക്ക് അത് എത്രത്തോളം വൃത്തിയായിട്ട് എത്തുന്നു, അയാൾ അതിൽ എത്രത്തോളം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, കണ്ടന്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു മാന്യത, വൃത്തി, ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുള്ള ആളുകളിൽ ഒരാളാവളാ അഞ്ജു ചേച്ചിയാണ്. ചേച്ചിനെ പറയൂ. അത് അങ്ങനെ ചെയ്തെടുക്കാനുള്ള ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് ഇഷ്ടം കൂടെ വേണമല്ലോ. ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. അവള് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടത്തെക്കാട്ടും കൂടുതൽ നമ്മളിത് ഇതിപ്പോ നമ്മള് എന്താ പറയാ, ഒരു ആവശ്യ ഘടകമാണ്, നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. ഇപ്പൊ നമുക്ക് ആർക്കും ഒരു PR കമ്പനി ഒന്നും നമ്മളെ ബാക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ നമ്മുടെ PR നമ്മൾ തന്നെയാണ്. നമ്മുടെ വർക്ക് നമ്മള് ഒരു സ്ഥലത്ത് പാടി അത് നമ്മള് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്താലായിരിക്കും ചിലപ്പോ അടുത്തൊരു പരിപാടിക്ക് നമുക്ക് വിളി വരുന്നത്. അത്രേ ഉള്ളൂ. ജോലിക്ക് വേണ്ടിയിട്ട് സാധനം ചെയ്യുക. പിന്നെ നമ്മുടെ ജോലിയുടെ സാധനങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്താൽ അത് റിലീസ് ചെയ്യുക, അതുവഴി അങ്ങനത്തെ സംഭവങ്ങളാണ്. അതിന് ഇച്ചിരി എഫേർട്ട് എടുക്കാറുണ്ട്. പിന്നെ മുമ്പ് വ്ളോഗുകൾ ചെയ്തിരുന്നത് ഇപ്പോഴും ചെയ്യാറുണ്ട്, മേക്കപ്പ് വീഡിയോ ചെയ്യുന്നത്. അതിലും സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമില്ല. കാരണം ഇപ്പം ഞങ്ങൾ റീസെന്റ് മോസ്കോയിൽ പോയ സമയത്ത് റൂം ടൂർ റൂം ടൂർ ചെയ്തതല്ലേ? വേറെ എന്തൊക്കെയാ അവിടെ നിന്ന് വെറുതെ. അതെന്താണെന്നറിയോ, ആ മോസ്കോയില് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഇന്റർനെറ്റ് ഇല്ല ചേട്ടാ, കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ യൂട്യൂബ് കിട്ടത്തില്ല. ആ വോറിന്റെ സമയമായതുകൊണ്ടല്ല, അല്ലാതെ ഒരു കുഴപ്പമുള്ള രാജ്യം എന്നല്ല ഞാൻ പറയണേ. യൂട്യൂബ് ഇല്ല, ഇൻസ്റ്റാഗ്രാം കിട്ടത്തില്ല. എനിക്ക് എന്റെ ഫോണിൽ ഇതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇന്റർനെറ്റും ഇച്ചിരി കമ്മിയായിരുന്നു എനിക്ക്. എന്റെ ഫോണും ആ ഹോട്ടൽ വൈഫൈയും കൂടെ എന്തോ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ വിശ്രമവേളകൾ എങ്ങനെ അപ്പൊ റൂം ടൂർ എടുത്തു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു റൂം ടൂർ. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ നല്ല രസമുള്ള ഒരു രാജ്യം, അതും എടുത്തേക്കാം ഓർത്ത്. ഇപ്പൊ വളരെ ചുരുക്കമാണ് ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ എക്സ്ട്രാ നിൽക്കുന്നത്. പിന്നല്ലേ, തീർച്ചയായിട്ടും. ഇപ്പൊ ഇവരുടെ കൂടെ ഇപ്പൊ ഇങ്ങനത്തെ നമ്മളിപ്പോ എല്ലാവരും 3 പേരോട് ഒരുമിച്ച് കൂടുവാണെങ്കിൽ ഇങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ നല്ല രസമായിരിക്കും ശരിക്കും. ചില ആളുകളെ വെച്ചാൽ അത് ഷൂട്ട് ചെയ്യും, ആ സമയത്ത് ആ മൊമെന്റ്സ് ഷൂട്ട് ചെയ്യും. ഇങ്ങനെയുള്ളവരാണ് ശരിക്കും നല്ല എന്താ പറയാ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വ്ളോഗേഴ്സ്. എല്ലാവരും അങ്ങനെയാണ് ശരിക്കും. അത് ആളുകളിലേക്ക് എത്തുമ്പോൾ അവർക്കൊരു ചിരി കിട്ടുവാണെങ്കിൽ എന്താണ് അതിനൊരു പ്രശ്നം? എന്താ നല്ലതല്ലേ ഈ പറയുന്ന ഈ വ്ളോഗിങ്ങിന്റെ കാര്യത്തിൽ ഇതിനകത്ത് ഭയങ്കര എഫേർട്ട് വേണ്ട കാര്യമാണ്. പിന്നെ റീൽ എടുക്കുന്നവർക്കും എന്റെ മുന്നേ നമ്മൾ വിചാരിക്കും, ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്ന റീൽ എടുക്കുന്ന ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും റീല് വഴി ഭയങ്കര ഹിറ്റായ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഒരു സ്വാഭാവികമായിട്ടും ഒരു പുച്ഛം ആ സൈഡിൽ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഒരൊറ്റ റീൽ എടുക്കുന്നവരെ ഇതുണ്ടാവും. അത് കഴിയുമ്പോ 10 മണിക്കൂറോ അവരെയൊക്കെ മറ്റേ പൂട്ട് പൂജിക്കണോ എല്ലാം ഒത്തുചേർന്ന് വന്നല്ലേ ഓഡിയോയും ഒക്കെ ഇവര് ഫിക്സ് ചെയ്യുന്നത്. അല്ല, ഭാഗ്യം കൊണ്ടൊന്നും ആരും അങ്ങനെ എത്തുന്നില്ല. അവരുടെ എഫേർട്ട് തന്നെയാണ് മെയിൻ ആയിട്ട്. നിങ്ങൾ 3 ആളും ഏതേ സ്റ്റേജിലുണ്ടായിരുന്നോ? 3 ആളും കൂടെ പാടി? ആക്ച്വലി ഒരുമിച്ച് ഉണ്ടായിട്ടില്ല. 3 പേരും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ ആ ഷോ മാറ്റി ഇപ്പൊ അടുത്ത മാസത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇല്ലടാ, നമ്മൾ ചെയ്തിട്ടുണ്ട്. എവിടെ? നീ ഓർക്കുന്നില്ലേ എം ജി സാറിന്റെ 50 yearsനകത്ത്? ശരി ഉണ്ടട്ടാ, ഞങ്ങൾ ഉണ്ടായിരുന്നു ഒരുമിച്ച്. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ചെയ്തിട്ടില്ല. ചേച്ചി ഞാനും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും. അതല്ലാണ്ട് നമ്മളൊരു ഒരു സോഷ്യൽ മീഡിയ എന്തോ ഒരു സംഭവം ചെയ്തില്ലേ? എന്തായിരുന്നു, മീറ്റ് ആൻഡ് ഗ്രീറ്റോ അങ്ങനെ എന്തോ സംഭവം. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അന്നാണ് ഞാൻ ലിബിന്റെ പാട്ട് കേൾക്കുന്നത്. നേരത്തെ അതാ പറഞ്ഞോണ്ട് ലിബിനെ ഞാൻ
നമ്മളിങ്ങനെ കണ്ടുപോയിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ പാട്ടങ്ങനെ അധികം ഭയങ്കര ശ്രദ്ധിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ. ഉച്ചയ്ക്ക് തന്നെ പക്ഷെ ലിബിൻ വന്ന് ലിബിൻ ആ ലിബിൻ എന്നുള്ള സാധനല്ലേ. പക്ഷെ ലിബിൻ വന്ന് പാടി കഴിഞ്ഞപ്പോ ദേവി ചെറുക്കന് ഒരുമാതിരി പാട്ടാണല്ലോ. ചുമ്മാതാണോ ഫാൻ ബേസ് എന്ന് ബാക്ക് ബെഞ്ചേഴ്സ്. പക്ഷെ ഞങ്ങള് തമ്മില് നല്ല അന്ന് തന്നെ നല്ല ആദ്യമായിട്ട് കാണുന്ന പോലെ ഒന്നും തോന്നിയില്ല. കാരണം വെച്ചാൽ ചേച്ചി പാലക്കാരിയാണ് അല്ലേ, ഞാനും ബേസിക്കലി പാലക്കാരനാണ്. അപ്പൊ നമുക്ക് ആ സ്ലാങ് പോലും പാലക്കാടുകാരനെ കൂട്ടുന്നേ. പാലക്കാടുകാരൻ പിന്നെ ഓൾറെഡി സെറ്റാണ്. ഞാൻ സത്യം പറഞ്ഞ ഞാൻ എല്ലാവരുമായിട്ട് ആ സമയത്ത് ജോലി സംബന്ധമായിട്ട് സിങ്ക് ആകും കുറച്ച് നേരത്തേക്ക്. അതും പക്ഷെ എന്താ പറയാ, നമ്മള് ഭയങ്കരമായിട്ട് ഇതുപോലെ ഇരുന്നിട്ട് എനിക്ക് വരലുണ്ടാവുന്ന സുഹൃത്തുക്കളുള്ളൂ ബേസിക്കലി. പക്ഷെ അവരെപ്പോഴും ഉണ്ട്. ഇപ്പം അത് ഞാൻ ദിവസവും വിളിച്ചിട്ടോ അല്ലെങ്കിൽ ദിവസവും മെസ്സേജ് അയച്ചിട്ടോ അങ്ങനെ ഒന്നല്ല. പക്ഷെ ആ ഒരു 10-15 പേര് ഉള്ള ഒരു സംഭവം നമുക്ക് വളരെ ക്ലോസ് ആണ്. അതിൽ പെട്ട ആളുകളാണ് ഇവരൊക്കെ. മറ്റതെല്ലാം ഞാൻ എല്ലാവരുടെ നല്ല ബന്ധം ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ ബന്ധം നമ്മൾ അങ്ങനെ കൊണ്ടു നടക്കപ്പെടുന്ന ഒരു ബന്ധങ്ങളായിട്ട് അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ നാളെ കാണുമ്പോൾ ചിരിക്കുന്ന മുഖം നല്ല പരിപാടിയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അല്ലാതെ അത് ശ്രീനാഥേട്ടൻ ഒരു മെസ്സേജ് അയക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ എന്നേക്കാൾ നന്നായിട്ട് കുറച്ചും കൂടെ ജെല്ലാവും അഞ്ജു എല്ലാവരുമായിട്ട് ആ മൊമെന്റില്. ഞാൻ ഫസ്റ്റ് റേഡിയോയിൽ എടുക്കുമ്പോ തന്നെ അതെ നല്ലൊരു നമുക്ക് പെട്ടെന്ന് ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന 1-1.5 വർഷം മുമ്പ് തോന്നുന്നു. അതെ അല്ല നമുക്ക് ഒരടുപ്പം തോന്നിയിട്ടുണ്ട് സത്യമായിട്ടും. അഞ്ജു ചേച്ചിയുടെ അടുത്ത് നമ്മൾ ആദ്യം റേഡിയോയില ഞാൻ കണ്ടിട്ടില്ല, ഞാൻ എന്നാ കാണുന്നത്. പക്ഷെ റേഡിയോയിൽ സംസാരിക്കുമ്പോഴും നമുക്ക് ഇവരോട് കംഫർട്ടബിൾ ആവുമെന്ന് പെട്ടെന്ന് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കണ്ട് സംസാരിക്കുന്നതിനേക്കാൾ അതിലത് ഫീൽ ചെയ്യണേ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുള്ള എന്റെ അടുത്ത് വന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ എല്ലായിടത്തും ഒരു ചെറിയ ഇത് തോന്നും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ സംസാരിച്ച് കഴിയുമ്പോൾ അത് മാറുന്നും പറയാറുണ്ട്. പക്ഷെ അത് ഓരോരുത്തരുടെ നേച്ചറോ അല്ലെങ്കിൽ ഓരോരുത്തർക്ക് കിട്ടിയ ബോഡി സ്ട്രക്ചർ ആയിരിക്കും. പിന്നെ ശ്രീനാഥിന് ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പുള്ളി മുഖത്തെങ്കിലും വരും. വരും ഇല്ല മുഖത്ത് വരും. ഇപ്പൊ ഞാൻ കുറെ പറയാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്നാലും മുഖത്ത് വരും. അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ശ്രദ്ധിച്ചില്ലേ, ഇപ്പൊ ശ്രീനാഥൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കാന്ന് വെച്ചാൽ അപ്പൊ ചിലപ്പോ ആ മെസ്സേജ് നമ്മളെ സെൻഡ് എന്ന് കാണിക്കുമ്പോൾ തന്നെ മറുപടി വരും. ചിലപ്പോ ഉടനെ തന്നെ മറുപടി വരും. അപ്പൊ നമ്മളറിയാം നമ്മള് ചോദിക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. പെട്ടെന്ന് മറുപടി പറയും. ഫാസ്റ്റ് റിപ്ലൈ നിങ്ങളെക്കാളും തന്നത്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. അത് വോയിസ് നോട്ട് ആട്ടോ ഗൂഗിൾ. കാരണം നമ്മൾ ടൈപ്പ് ചെയ്യാൻ മതിയാണ്. അക്ഷരത്തെറ്റ് വരും. പുള്ളിക്കാരൻ പക്ഷെ അതുപോലെ പുള്ളി നോക്കാൻ പുള്ളിക്ക് മടി. ഒരു സ്നേഹമൂസ റിലീസ് ആവുന്ന സമയത്താണല്ലേ ഞാൻ പറഞ്ഞോട്ടെ കുഴപ്പമില്ല. എന്താ നല്ല ഒരു ലോങ് സെന്റൻസ് ഇംഗ്ലീഷ് എഴുതി കൂട്ടിയിട്ട് എന്റെ അടുത്തുണ്ട്. നോക്കി ശരിയാണോ നോക്കി. അപ്പൊ ഞാൻ നിനക്കല്ലേ നോക്കിക്കൂടെ അപ്പൊ പറയാം എനിക്ക് വയ്യ നീ നോക്ക്. അതുപോലെ ലിറിക്സ് എന്താ നോക്കാൻ വേണ്ടിട്ട് ഫോണിന്റെ അത് സ്ക്രീൻ ടൈം കൂട്ടണം. വലിയ ഫോണൊക്കെ ആയിരിക്കണം പക്ഷെ പറയേണ്ടില്ല. ഇതിന്റെ സ്ക്രീൻ ടൈം കൂടുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ, അറിയാമെങ്കിൽ നിന്നോട് ചോദിക്കും നീ കൂട്ടിക്കാൻ. എനിക്ക് ഫോൺ അത്ര സത്യം ഫോൺ താഴെ വെക്കില്ല. പക്ഷെ കൂടുതലൊന്നും നോക്കാൻ ആവശ്യമുള്ള കാര്യം അതിന്റെ ഉള്ളിലേക്കുള്ള പരിപാടി ശ്രദ്ധിക്കാൻ താല്പര്യമില്ല. അങ്ങനെ പഠിക്കാൻ ഇതിന്റെ ടെക്നിക്കൽ പരിപാടികളൊന്നും എനിക്ക് ലൈക്ക് അടിക്കാൻ ഞാൻ ഇപ്പൊ വളരെ ആലോചിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഓരോ ഇൻട്രസ്റ്റുകളാണ് ബേസിക്കലി. ചിലർക്ക് നമുക്ക് അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടാവും. നമുക്ക് ബേസിക്കലി എന്റെ ഇൻട്രസ്റ്റ് ഓഫ് ഏരിയാസ് ഭയങ്കര വേറെയാണ്. അപ്പം അതിലേക്ക് ഇപ്പൊ ഫോണിലുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സിനിമയും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതൽ ഫോളോ ചെയ്യുന്നതും കാണുന്നതൊക്കെ. അപ്പൊ അതിലേക്ക് ഭയങ്കരമായിട്ട് നോക്കും. പക്ഷെ അതിനകത്ത് ഈ ഫോണിൽ കിടന്നിട്ട് വേറെ പരിപാടികളും കാര്യങ്ങളും ചെയ്യാനൊക്കെ എന്തോ പയ്യൊക്കെ അടിക്കട്ടാ. ഞാൻ അടിച്ചതിന് ശേഷം ആലോചിച്ചേ. പിന്നെ ആലോചിച്ചേ പവർ കൂടിപ്പോയത് ചെറുതായിട്ട്. ഒരു ആർട്ടിസ്റ്റായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എപ്പോഴും പ്രശ്നമാണല്ലോ. നിങ്ങൾ വളരെ നേരത്തെ തുടങ്ങി, പിന്നെ കമ്പാരിറ്റീവ്ലി കുറച്ചായിട്ടേ ഉള്ളൂ. ആ ഒരു കാര്യത്തിൽ എങ്ങനെയാ നമ്മളൊരു എടുക്കുന്ന ഒരു റിസ്ക് ആണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. ഇന്ന് ഉണ്ട് നാളെ എന്ത് നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്നൊരു. പക്ഷെ നമുക്ക് നാളെ എന്താന്ന് അറിയാമെങ്കിൽ അതിനകത്ത് എന്താ ഒരു ത്രില്ല്. ശരിയല്ലേ?
എനിക്ക് വലിയ ത്രില്ലൊന്നും അല്ല തോന്നാറില്ല. ഇപ്പൊ നമ്മള് ഞാൻ ഇപ്പൊ ഒരു ഓഫീസ് ജോലി ചെയ്തോണ്ടിരിക്കാൻ വരുന്നത് നാളെ എന്താന്ന് അറിഞ്ഞാ പിന്നെ എന്തോന്നാ ത്രില്ലെന്ന്. EMI ഒക്കെ വരുമ്പോ കുറച്ച് ത്രില്ല് പറയാം. ഇല്ലേ ഏഹ് ഇല്ലേ EMI ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടോ? അല്ല ഉണ്ട് EMI എല്ലാവർക്കും EMI ഉണ്ട് ഇല്ലേ? ആ, എല്ലാവർക്കും ഉണ്ട്. ആ ഉണ്ട്. ഇത് നമ്മളെ അമ്മയുടെ മക്കളും EMI എടുക്കാൻ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. അതെ അത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അല്ല ഫിനാൻഷ്യൽ EMI എടുത്തിട്ടുണ്ടോ ചോദ്യം. നാളത്തെ അൺസർട്ടനിറ്റി അതല്ല അങ്ങനെ അല്ല ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ കരിയർ മുന്നോട്ട് പോകുമ്പേ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ള ഒരു വിഷയം ത്രൂ ഈ ഇയേഴ്സിൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിക്ക് ഞാൻ പറയാം. അനുഭവം അൺസർട്ടനിറ്റി ഉണ്ട്. തീർച്ചയായും ഇനിയിപ്പോ ഇങ്ങോട്ട് ഇപ്പൊ ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് വരാനിരിക്കുന്നവരാണെങ്കിൽ ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള അൺസർട്ടനിറ്റി ഉണ്ട്. ഇപ്പൊ ഒരു 9 to 5 ജോബ് തരുന്ന ഒരു സെക്യൂരിറ്റി നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടത്തില്ല. 100% ഉറപ്പില്ല. ഇപ്പൊ നമുക്ക് ചിലപ്പോ അടുത്ത മാസം ഫുള്ള് നമ്മൾ ബുക്ക്ഡ് ആയിരിക്കാം. ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായാൽ ഈ പരിപാടി മൊത്തം മാറും. അത്രേ ഉള്ളൂ. സോ അൺസർട്ടനിറ്റി ഇസ് ദേർ. പക്ഷേ ഈസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വർത്ത് ഇറ്റ്. തീർച്ചയായും. പിന്നെ നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് നന്നായിട്ട് ബോധ്യമുണ്ടെങ്കിലും നന്നായിട്ട് അധ്വാനിക്കാം എന്ന മനസ്സുണ്ടെങ്കിലും എന്ത് സാഹചര്യം വന്നാലും നിങ്ങൾ അതിനെ ഫേസ് ചെയ്യും, അതിന് വേണ്ടി നിൽക്കും, നിങ്ങളുടെ ഈ ഒരു ടാലൻറ്റിൻ്റെ കൂടെ അതിനെ കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കും എന്നൊരു മനസ്സുണ്ടെങ്കിൽ, നല്ല ചങ്കൂറ്റം ഉണ്ടെങ്കിൽ വരാം. ആരെങ്കിലും താങ്ങി രക്ഷപ്പെടുത്തും എന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. മര്യാദയ്ക്ക് റെസ്പോണ്ട് പോലും ചെയ്യാത്ത ഒരു വലിയ ഇൻഡസ്ട്രിയുടെ അകത്തേക്കാണ് നമ്മൾ വരിക. യാതൊരു വിധത്തിലുള്ള പലതരത്തിൽപ്പെട്ട ഈ പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളും വിഷയങ്ങളും ഈഗോസും അനാവശ്യമായിട്ട് ഇന്നലെ വന്നവൻ്റെ അടുത്ത് വരെ ഈഗോ എടുത്ത് തലയിൽ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പ്രശ്നം കൊണ്ട് നടക്കുന്ന, അവൻ നന്നായി പോയാലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന വലിയൊരു ആളുകളുടെയൊക്കെയാണ് നമ്മൾ വന്നിട്ട് വരുന്നത്. അതില്ലാത്ത ഒരു വളരെ ചുരുക്കം മനുഷ്യന്മാരെ നമ്മൾ ഏതെങ്കിലും നിങ്ങളുടെ ജേണിയിൽ വെച്ച് എവിടെയെങ്കിലും കണ്ടുമുട്ടുമ്പോൾ അവർ ചിലപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്തു എന്ന് വരും. നാളെ ചിലപ്പോൾ അവരും ചെയ്യാണ്ടാവില്ല. ഇത് കണ്ടുമുട്ടിയാലുള്ള അവസ്ഥ വരണം. വളരെ റയർ പീസാണ് അതൊക്കെ. അങ്ങനെ ഉള്ളൊരു സ്ഥലത്തേക്ക് നിങ്ങൾ വരുമ്പം അവിടെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസും ഈ പറഞ്ഞ ഹാർഡ് വർക്കും മാത്രമേ ഉള്ളൂ. പിന്നെ കഴിവുണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസവും. കഴിവുണ്ട് എന്ന് വെറുതെ വിചാരിച്ചിട്ട് അതില്ലാതെ വന്നിട്ടും കാര്യമില്ല. അപ്പൊ അതുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സർവൈവ് ചെയ്യാം. ശ്രീനാഥൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടാ. കാരണം ഇപ്പൊ കഴിഞ്ഞ 2 വിവാഹത്തിന് ശേഷം പ്രത്യേകിച്ചും ഒരു എക്സ്ട്രാ ടാഗ് ചെയ്തു എന്നുള്ളൊരു പേരും കൂടെ വരികയാണ് അല്ലെ. ഇപ്പം വൈഫിന്റെ ഫാദർ പുള്ളി ഡയറക്ടർ റൈറ്റർ ആണ് എന്നുള്ള ഒരു നമുക്ക് എന്താ പറയാ അതുവരെ ഉള്ളതിനേക്കാൾ ഒരു ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പ്രേക്ഷകർ അങ്ങനെയും കൂടെ പറയാൻ തുടങ്ങുന്ന ഒരു റെസ്പോൺസിബിലിറ്റി കൂടുതലാവും. റെസ്പോൺസിബിലിറ്റി ഇല്ല. എന്ത് റെസ്പോൺസിബിലിറ്റി? അതായത് ഈ പറഞ്ഞ ചിന്ത ആൾക്കാർക്ക് അതാ ഞാൻ പറഞ്ഞു തന്നെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കൂടെ ആഡ് ആയാലും ഇതായാലും അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നു, നമ്മൾ എത്ര അധ്വാനിക്കുന്നു, അത് എത്രത്തോളം കറക്റ്റ് പോയിന്റിൽ റീച്ച് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇതിൽ പറഞ്ഞ് നിങ്ങൾ എത്ര വേണം കഷ്ടപ്പെട്ടോ, നിങ്ങളുടെ സംഭവം കറക്റ്റ് ലൈനിലല്ല കൊണ്ട് മുട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് ആവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഈ പറഞ്ഞൊരു സന്തോഷമോ അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുള്ളൂ. അത് ആ പീരീഡ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അത് ബുദ്ധിമുട്ടാണേ, ഞാൻ അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടേ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെറുതെ സമാധാനത്തിന് ആരുടെങ്കിലും വന്ന് അല്ലെങ്കിൽ കരയാം, ആരുടെങ്കിലും പറയാം, ഇരിക്കാം, ബുദ്ധിമുട്ടാം, ഇതൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഒരു പ്രയോജനവും ഇല്ല. അതിൽ കൂടെ നിങ്ങൾക്ക് യാതൊരു പ്രത്യേകിച്ച് ഒന്നും കിട്ടാനും പോകുന്നില്ല. അത് പക്ഷെ നിരന്തരം ആ എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെത്താൻ പറ്റുള്ളൂ. ചേട്ടൻ പറഞ്ഞതാ കറക്റ്റ്. ആരും നമ്മളെ കയറ്റിക്കൊണ്ട് വരുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഗോഡ് ഫാദേഴ്സ് ഉണ്ടാവണം. അവര് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ അത് റെസ്പോൺസിബിലിറ്റി അല്ലേ. ഇപ്പം അച്ഛൻ്റെ കാര്യം പറഞ്ഞ പോലെ അത് എന്താ പറയുക, അച്ഛൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൽ നാളെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു വരും. ഇതിനു മുമ്പ് വർക്ക് ചെയ്ത അതെ. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ഇതാക്കി സംഭവിച്ചു വരും. പക്ഷെ അതുകൊണ്ട് ഈവൻ കുറച്ചധികം പരിപാടി ശ്രീനാഥ് കൊടുത്തേക്കാം എന്നൊന്നും ആരും ചിന്തിക്കില്ല. അങ്ങനത്തെ ഇതിനകത്ത് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ആരൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്ന സാധനം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതെ, കഴിവ് പരിശ്രമമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഒത്തിരി കഴിവുണ്ടായിട്ടും കാര്യമില്ല പരിശ്രമിച്ചില്ലെങ്കിൽ. അല്ല, ഇത് ഞാൻ പറഞ്ഞു, ഇതെല്ലാം കൂടെ കറക്റ്റ് ആ പോയിന്റിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് എത്തേണ്ട, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കറക്റ്റ് എത്തണം. അത് എത്തുന്ന മൊമെന്റിൽ അതിന്റെ ബാക്കി കിട്ടുള്ളൂ. പിന്നെ വേറെ സാധനം ഈ വര
അത് നരയല്ലേ? ഞാനത് പ്രതീക്ഷിച്ചു. എനിക്ക് നരയില്ല. ഇല്ലെന്ന് തോന്നുന്നു. ചേട്ടാ ഇവന്റെ തലയിൽ ഒരൊറ്റ നരയില്ല കേട്ടോ. ദൈവമേ ഇനി നാളെ നരച്ചു ഉണ്ട് ഇഷ്ടം പോലെ. ശ്രീനാരായണ സ്റ്റൈലാ. പണ്ടേ സ്റ്റൈൽ അല്ലേ? മാറി തലയാവുക. ഇതിനെയും കൊണ്ട് തോറ്റു. അണ്ണൻ രാഷ്ട്രീയത്തിൽ പോകുന്നതിൽ സങ്കടമുണ്ടോ ശ്രീനാഥേട്ടാ? ഇല്ല, ഓ, എന്നാ തീപ്പൊരി പ്രസംഗമായിരുന്നു. പിന്നെ അടുത്ത ആഴ്ച നിൽക്കാൻ പോവാ. കണ്ടില്ലേ, തമിഴ്നാട്ടിലേക്ക് വെച്ച് പിടിച്ചാലോ ഞാൻ ആലോചിച്ചു. ഞാനത് ഫുള്ള് കണ്ടു. അടുത്ത പ്രചരണ ഞാനത് കണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ വൈഫ് അവള് ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഞാനത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. അവള് കുറച്ചു നേരം ഇങ്ങനെ നോക്കി, ഇതിനിപ്പോ ഓഫ് ചെയ്യലുണ്ടാവില്ലല്ലേ. അപ്പം ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ചെന്ന സമയത്ത് ഒരു ചെറിയ കുട്ടി, മറ്റേ മദന മോഹൻ എന്നല്ല ചേട്ടവര്, അപ്പൊ അവനെ കടുത്ത വിജയ ആരാധകനാണ്. അതായത് വിജയുടെ പാട്ട് ഇങ്ങനെ ടി വിയിൽ വെച്ചിട്ട് ആ സ്റ്റെപ്പുകളൊക്കെ കുഞ്ഞു കുട്ടിയാ, ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് ഇപ്പോഴും അവന്റെയും ശ്രീനാഥേട്ടന്റെ കൊണ്ടുള്ള ഫോട്ടോസ് ഒക്കെ എന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവനിങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് കളിക്കുക. അപ്പൊ ശ്രീനാഥേട്ടനെ അവരെ നോക്കണേ, ഇവൻ ഇനിയും വളരെ അനുഭവം, എന്നേക്കാളും വലിയൊരു ഫാനാണ് വിജയ്ക്ക്. അല്ല, പുള്ളി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതൊക്കെ ടോട്ടലി അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്. അതും എനിക്ക് എത്ര വർഷത്തെ പ്രിപ്പറേഷൻ ആയിരിക്കും ഇത്ര വലിയൊരു ഡിസിഷനിലേക്കൊക്കെ എത്തണമെങ്കിൽ. വർഷങ്ങളോളമായിട്ട് അത് സിനിമയിലൂടെയും അല്ലാതെയും ഒക്കെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് വരുന്നത്. സിനിമ നിർത്തുന്നു എന്നൊക്കെ പറയുന്നതിൽ അല്ല, നിങ്ങളെന്ന ഫാനിന് ഒരു അതിന് മുമ്പുള്ള സിനിമകൾ കണ്ട് സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. പിന്നെ പ്രസംഗം തീപ്പൊരി. പിന്നെ പുള്ളി അതിൽ സക്സസ്ഫുൾ ആവാൻ കാര്യങ്ങൾ വളരെ കൂടുതലാണ്, ആവാൻ സാധ്യതകൾ ആ മേഖലയിൽ പൊളിറ്റിക്സിൽ. അപ്പം അദ്ദേഹത്തിന് അത് റൈറ്റ് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടാവും.